ഇന്നലെ രാത്രി അതിർത്തിയിലെ പോരാട്ടം സംബന്ധിച്ച വാർത്തകൾ കണ്ടപ്പോൾ നേരം വെളുക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചുപോയി. 1971 ശേഷം ഇതാദ്യമായി ഇന്ത്യ പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖം ആക്രമിച്ചു. INS വിക്രാന്തിൽ നിന്നുള്ള മിസൈലുകളേറ്റ് കറാച്ചി കത്തിയെരിയുന്നു എന്നതായിരുന്നു വാർത്ത. ഇനി പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ നേരിയ തോതിലെങ്കിലും ഇന്ത്യയിൽ നാശനഷ്ടമുണ്ടാകുമല്ലോ എന്ന ആശങ്കയോടെയാണ് ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് TV ഓണാക്കിയപ്പോൾ കറാച്ചിയെക്കുറിച്ച് പൊടി വാർത്ത പോലുമില്ല. കറാച്ചിയെക്കുറിച്ച് ഇന്ത്യ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. പാകിസ്ഥാനും ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ചാനലുകൾക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയത്? ഏതെങ്കിലും റിപ്പോർട്ടർമാർ കറാച്ചിയിൽ പോയിരുന്നു. 2 ദിവസം മുൻപ് CNN പ്രതിനിധി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയോട് പാകിസ്ഥാന്റെ ഒരു അവകാശവാദം സംബന്ധിച്ച് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നായിരുന്നു മറുപടി. അതുതന്നെയാണ് ഇവിടെയും ഉത്തരം. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാധാകൃഷ്ണന്റെ FB പോസ്റ്റാണ് ഇത്. കേരളത്തിലെ പല മലയാളികളും ഇന്നലെ ഉറങ്ങാൻ കിടന്നത് ഇതേ ഭയത്തോടുകൂടിയായിരുന്നു. എന്താണ് നമ്മുടെ മലയാളം ചാനലുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ വ്യാജ വാർത്തകൾക്ക് നമ്മൾ എന്തിനാണ് കാതുകൂർപ്പിക്കുന്നത്? സത്യമറിയാൻ നമുക്കിവിടെ ദൂരദർശനുണ്ട്. പലരും അത് മറക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസുകളുടെയും സെൻസേഷണൽ വാർത്തകളുടെയും പുറകെ പായാതെ വിവരങ്ങളും ഔദ്യോഗിക നിലപാടുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അന്നും ഇന്നും ദൂരദർശന്റെ വാർത്താ സംസ്കാരം. രാജ്യം കലുഷിതമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും നമ്മളൊന്നാണ്, ഇന്ത്യ ഒന്നാണ് എന്ന സന്ദേശം ഓരോ ഇന്ത്യക്കാരനിലും എത്തിച്ചത് ദൂരദർശൻ തന്നെയായിരുന്നു. ഇന്നും അതുതന്നെയാണ് ദൂരദർശന്റെ നിലപാട്. വസ്തുനിഷ്ഠമായ വാർത്തകൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. രാവിലെ 7:30 മുതൽ രാത്രി 7 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ടും വാർത്തകൾ നൽകുന്നുണ്ട് DD കേരളം. ഇന്നലത്തെയോ ഇന്നത്തെയോ വാർത്തകളിൽ എവിടെയും നമ്മുടെ സ്വകാര്യ മലയാളം മാധ്യമങ്ങൾ നൽകിയതുപോലുള്ള ഭയാനത നിറഞ്ഞ വാർത്ത ദൂരദർശൻ നൽകിയിട്ടില്ല. തെറ്റിദ്ധാരണാജനകമായ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ ഇല്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം ദൂരദർശൻ വാർത്തകൾക്ക് വ്യൂസ് കുറവായിരിക്കാം. പക്ഷേ ഇന്നും പഴയ തലമുറ മാത്രമല്ല, നിരവധി ന്യൂജൻ ആളുകളും TV-യിലൂടെ ദൂരദർശൻ വാർത്തകളെ ആശ്രയിക്കുന്നുണ്ട് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. ബ്രേക്കിംഗ് വാർത്തകൾ എന്തു തന്നെയായാലും കൃത്യത ഉറപ്പുവരുത്താതെ ഒരു വാർത്ത പോലും ദൂരദർശനിൽ വരാറില്ല. അതുകൊണ്ട് തന്നെ യുദ്ധസമാനമായ ഈ സാഹചര്യത്തിലും സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദൂരദർശൻ മാത്രമാണ് പോംവഴി. A റഹീം MP പങ്കുവച്ച ഒരു കുറിപ്പ് കൂടി ഇവിടെ വായിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്ത് ഭീതി വിതയ്ക്കരുത്. ഇന്നലെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിനായി ഡൽഹി എയർപോർട്ടിൽ കാത്തിരിക്കുന്ന നേരത്താണ് റിപ്പോർട്ടർ TVയുടെ വാർത്താ ബ്രേക്കിംഗ്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു. എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നറിയാൻ അധികൃതരോട് തിരക്കി. അവർ വാർത്ത തള്ളിക്കളഞ്ഞു. 15 മിനിറ്റിനകം ബോർഡിംഗ് ആരംഭിക്കുമെന്നറിയിച്ചു. അപ്പോൾ എയർപോർട്ടിലുണ്ടായിരുന്ന നിരവധി മലയാളികൾ ഇതേ സമയം പരിഭ്രാന്തരാകുന്നത് നേരിൽ കണ്ടു. എല്ലാവരുടെയും ബന്ധുക്കളുടെ ഫോൺ വിളികൾ. എന്റെ വിമാനത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മറ്റൊരു പൊതുപ്രവർത്തകനെ കണ്ടു. അദ്ദേഹം പൂനെയിലേക്ക് വിമാനം കയറാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിനും ബന്ധുക്കളുടെ ഫോൺ വിളികൾ. ഞങ്ങളുടെ വിമാനം കൃത്യസമയത്ത് തന്നെ നിറയെ യാത്രക്കാരുമായി പറന്നുയർന്നു. പുലർച്ചെ 3 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി. ലാൻഡ് ചെയ്തിയുടനെ ഫോണിൽ ഒരു സുഹൃത്തിന്റെ വാട്സാപ്പ് സന്ദേശം. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അടങ്ങിയ ഒരു സംഘം കശ്മീരിൽ പെട്ടുപോയിരിക്കുന്നു. അവരെക്കുറിച്ചുള്ള ആശങ്കയാണ് ചാറ്റിൽ. മറുപടി ടെക്സ്റ്റ് ചെയ്തു. വിമാനത്തിലായിരുന്നതിനാലാണ് സന്ദേശം കാണാത്തത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, അപ്പോൾ വിമാനമൊക്കെ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ടോ എന്ന്. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തിയിൽ പുലർച്ചെ 2:45 ഉണർന്നിരിക്കുന്ന അനേകം മലയാളികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വ്യാജ വാർത്തകളും ഉദ്യോഗജനകമായ റിപ്പോർട്ടിംഗും നടത്തി ദൂരെയുള്ള ഉറ്റവരുടെ കാര്യത്തിൽ അനാവശ്യമായ ആശങ്കയിൽ മലയാളികളെ തള്ളിവിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഇത്തരത്തിൽ മലയാളം മാധ്യമങ്ങളുടെ വ്യാജ വാർത്തകൾക്കെതിരെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്.